ആധുനിക നയതന്ത്ര ചരിത്രത്തിൽ അത്യപൂർവവും അപ്രതീക്ഷിതവുമായ ഒരു പ്രതിസന്ധിക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് തങ്ങളുടെ അധീനതയിലാക്കുവാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന തീവ്രമായ ശ്രമങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 2019 തന്റെ ആദ്യ ഭരണകാലത്ത് ഗ്രീൻലാൻഡ് വാങ്ങുവാനുള്ള താൽപര്യം പ്രകടിപ്പിച്ച ട്രംപ് 2025 വീണ്ടും വൈറ്റ് ഹൌസിൽ എത്തിയതോടെ ആ നീക്കങ്ങൾ ഔദ്യോഗികവും ശക്തവുമാക്കി. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ അദ്ദേഹം നടത്തിയ പ്രഖ്യാപനങ്ങൾ ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് എത്രത്തോളം കർക്കശമാണെന്ന് അടിവരയിടുന്നതാണ്. വ്യൂ പോയിന്റ് ചർച്ച ചെയ്യുന്നു പരിധിവിട്ട് ട്രംപിന്റെ മോഹങ്ങൾ, ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ? ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തോട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ രാഷ്ട്രീയമായി ഡെൻമാർക്കിന്റെ കീഴിലുള്ളതുമായ ഒരു സ്വയംഭരണ പ്രദേശമാണ് ഗ്രീൻലാൻഡ്. ഏകദേശം 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പ്രദേശം ജർമ്മനിയേക്കാൾ 6 ഇരട്ടി വലുതാണ്. എന്നിരുന്നാലും കേവലം 56,000 പേർ മാത്രമാണ് ഇവിടെ അധിവസിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും തദ്ദേശീയരായ ഇനുയിറ്റ് വിഭാഗക്കാരാണ്. ദ്വീപിന്റെ 80% മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. അമേരിക്കയ്ക്കും ആർട്ടിക് മേഖലയ്ക്കും ഇടയിലുള്ള ഇതിന്റെ സ്ഥാനം സൈനികപരമായി വലിയ പ്രാധാന്യമുള്ളതാണ്. ശീതയുദ്ധകാലം മുതൽക്കേ അമേരിക്കയ്ക്ക് ഇവിടെ സൈനിക സാന്നിധ്യമുണ്ട്. നിലവിൽ പിറ്റിഫിക് സ്പേസ് ബേസ് എന്നറിയപ്പെടുന്ന US ബേസ് മിസൈൽ ആക്രമണങ്ങൾ നിരീക്ഷിക്കുന്നതിനും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്നതിനുമുള്ള പ്രധാന കേന്ദ്രമാണ്. ദേശീയ സുരക്ഷയാണ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിന് ട്രംപ് നിരത്തുന്ന പ്രധാന കാരണം. റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം കരുതുന്നു. ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം നടത്തിയ പ്രതികരണം ശ്രദ്ധേയമാണ്. റഷ്യൻ ഭീഷണി ഗ്രീൻലാൻഡിൽ നിന്ന് അകറ്റണമെന്ന് നാറ്റോ കഴിഞ്ഞ 20 വർഷമായി ഡെൻമാർക്കിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അവർക്കതിന് സാധിക്കുന്നില്ല. ഇപ്പോൾ അതിനുള്ള സമയമായി. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. സൈനിക താൽപര്യങ്ങൾക്ക് പുറമെ വലിയ സാമ്പത്തിക ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. ഗ്രീൻലാൻഡ് പ്രകൃതി വിഭവങ്ങളുടെ വലിയൊരു കലവറയാണ്. ലോകത്തിന് ആവശ്യമായ അപൂർവ ധാതുക്കൾ, യുറേനിയം, ഇരുമ്പ് എന്നിവയുടെ വലിയ നിക്ഷേപം ഇവിടെയുണ്ട്. ആഗോള താപനം മൂലം മഞ്ഞുരുകുന്നതോടെ ഈ വിഭവങ്ങൾ ഖനനം ചെയ്തെടുക്കുന്നത് എളുപ്പമാകും. കൂടാതെ എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ വൻ നിക്ഷേപവും ഇവിടെയുണ്ടെന്ന് കരുതപ്പെടുന്നു. എന്നാൽ തന്റെ ലക്ഷ്യം വിഭവങ്ങളല്ലെന്നും മറിച്ച് സുരക്ഷയാണെന്നുമാണ് ട്രംപ് പരസ്യമായി അവകാശപ്പെടുന്നത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഡെൻമാർക്ക് നാസി ജർമ്മനിയുടെ കീഴിലായിരുന്നപ്പോൾ അമേരിക്കയാണ് ഗ്രീൻലാൻഡിനെ സംരക്ഷിച്ചതെന്ന് ട്രംപ് ഓർമ്മിപ്പിക്കുന്നു. ഞങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്നതാണത്, പക്ഷേ ഞങ്ങളത് ഡെൻമാർക്കിന് തിരികെ നൽകി. അത് അവിടെ തന്നെ നിലനിർത്തേണ്ടതായിരുന്നുവെന്നാണ് ദാവോസിൽ അദ്ദേഹം പറഞ്ഞത്. ഗ്രീൻലാൻഡ് വിഷയത്തിൽ ഡെൻമാർക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപിനെ എതിർത്തത് വലിയൊരു നയതന്ത്ര യുദ്ധത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റ ഫ്രെഡറിക്സൺ ട്രംപിന്റെ ആവശ്യത്തെ ശക്തമായി തള്ളിക്കളഞ്ഞു. യൂറോപ്പിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അനുവദിക്കില്ല എന്നും ഗ്രീൻലാൻഡ് വിൽക്കാനുള്ളതല്ലെന്നും അവർ വ്യക്തമാക്കി. ഇതിനെ തുടർന്ന് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തി. ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ, ഫ്രാൻസ്, ജർമ്മനി, UK തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക ഇറക്കുമതി തീരുവയാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഫെബ്രുവരി 1 പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുവ കരാർ ഒപ്പിട്ടില്ലെങ്കിൽ ജൂണിൽ 25% വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് ഭീഷണി ഉയർത്തുന്നുണ്ട്. എന്നാൽ ദാവോസിൽ വെച്ച് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ട്രംപ് ഈ തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചു. ഗ്രീൻലാൻഡ് വിഷയത്തിൽ US താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭാവി കരാറിനുള്ള രൂപരേഖ തയ്യാറാക്കിയതായാണ് ട്രംപ് അവകാശപ്പെടുന്നത്. It's the United States alone that can protect this giant mass of land, this giant piece of ice, develop it and improve it and make it so that it's good for Europe and safe for Europe and good for us. And that's the reason I'm seeking immediate negotiations to once again discuss the acquisition of Greenland by the United States, just as we have acquired many other territories throughout our history, as many of the European nations have. They've acquired, there's nothing wrong with it. Many of them, some went in reverse, actually, if you look. Some had great vast wealth, great vast lands all over the world. They went in reverse. They're stuck back where they started. That happens too. But some grow. But this would not be a threat to NATO. This would greatly enhance the security of the entire alliance, the NATO alliance. The United States is treated very unfairly by NATO. I want to tell you that. And when you think about it, nobody can dispute it. We give so much
and we get so little in return. And I've been a critic of NATO for many years. And yet I've done more to help NATO than any other president by far, than any other person. You wouldn't have NATO if I didn't get involved in my first term. The war with Ukraine is an example. We are thousands of miles away, separated by a giant ocean. It's a war that should have never started, and it wouldn't have started if the 2020 U.S. presidential election weren't rigged. It was a rigged election. Everybody now knows that. They found out. People will soon be prosecuted for what they did. It's probably breaking news, but it should be. It was a rigged election. You can't have rigged elections. You need strong borders, strong elections, and ideally a good press. I always say it. Strong borders, strong elections, free, fair elections, and a fair media. The media is terrible. It's very crooked. It's very biased, terrible. But someday it'll straighten out because it's losing all credibility. Think of it. When I went in a landslide, a giant landslide, won all 7 swing states, won the popular vote, won everything, and I only get negative press. That means that it has no credibility. And if they're going to get credibility, they're going to have to be fair. So you need a fair press. But you also need those other elements. And I inherited a terrible, terrible situation. If you look, the border was open. The inflation was raging. Everything was bad with the United States when I came into office. But I also inherited a mess with Ukraine and Russia, something that would have never happened. And I know Putin very well. He and I would discuss Ukraine. It was the apple of his eye, but he wasn't going to do anything. I said, Vladimir, you're not doing it. He would never have done it. It was terrible what happened. I could see it happening, too. After I left, I could see it happening. Biden had given Ukraine and NATO $350 billion, a staggering sum, $350 billion. I came in, and just like the southern border, just like inflation, just like our economy, I said, wow, this place is in trouble, meaning our country. All of these things were out of control. But the border was out of control. We fixed it with the strongest border anywhere in the world. And I've now been working on this war for 1 year, during which time I settled 8 other wars. India, Pakistan. I settled other wars that were Vladimir Putin called me, Armenia, Azerbaijan. He said, I can't believe you settled that one. They were going on for 35 years. I settled it in 1 day. And President Putin called me. He said, I can't believe I've worked on that war for 10 years trying to settle it. I couldn't do it. I said, do me a favor, focus on settling your war. Don't worry about that one. What does the United States get out of all of this work, all of this money, other than death, destruction, and massive amounts of cash going to people who don't appreciate what we do? They don't appreciate what we do. I'm talking about NATO, I'm talking about Europe. They have to work on Ukraine. We don't. The United States is very far away. We have a big, beautiful ocean separating us. We have nothing to do with it. Until I came along, NATO was only supposed to pay 2% of GDP, but they weren't paying. Most of the countries weren't paying anything. The United States was paying for virtually 100% of NATO. And I got that stopped. I said, that's not fair. But then more importantly, I got NATO to pay 5%, and now they were paying, and now they are paying. So something nobody said was possible. They said, we will never go up higher than 2%. But they went to 5%, and now they're paying the 5%. They didn't pay the 2%, and now they're paying the 5%. And they're stronger for it, and they have an excellent, by the way, Secretary General, who's possibly in the room. അമേരിക്കയുടെ നീക്കങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് യൂറോപ്യൻ യൂണിയൻ കാണുന്നത്. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ എന്നിവർ ട്രംപിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചു. ആധുനിക കാലത്ത് ഇത്തരം അധിനിവേശ മോഹങ്ങൾ അംഗീകരിക്കാനാവില്ലെന്നാണ് അവർ ഒന്നടങ്കം പ്രഖ്യാപിച്ചത്. യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ഡെർ ലൈൻ പറഞ്ഞത് അമേരിക്കയുടെ ഭീഷണികൾക്കെതിരെ യൂറോപ്പ് ഒറ്റക്കെട്ടായി നീങ്ങുമെന്നാണ്. ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനോടകം തന്നെ തങ്ങളുടെ സൈനികരെ പരിശീലനത്തിനായി ഗ്രീൻലാൻഡിലേക്ക് അയച്ചിട്ടുണ്ട്. ഡെൻമാർക്ക് ഗ്രീൻലാൻഡിൽ നാറ്റോയുടെ നേരിട്ടുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു.
ഇത് നാറ്റോ സഖ്യത്തിനുള്ളിൽ തന്നെ വലിയ വിള്ളലുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ സൈനിക സഹായം നൽകുന്ന നാറ്റോയോട് ട്രംപ് കാണിക്കുന്നത് നന്ദികേടാണെന്ന വിമർശനവും ശക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗ്രീൻലാൻഡിലെ ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നതാണ്. തങ്ങളുടെ ഭൂമി മറ്റൊരു രാജ്യത്തിന് വിൽക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ തന്നെ വംശീയമായ അവഹേളനമായാണ് അവർ കാണുന്നത്. ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി ജെൻസ് ഫെഡറിക് നീൽസൺ അമേരിക്കൻ നിയന്ത്രണത്തെ ഒരു ഫാന്റസി എന്നാണ് വിളിച്ചത്. അവിടെ നടന്ന വോട്ടെടുപ്പുകൾ പ്രകാരം ഭൂരിഭാഗം ജനങ്ങളും ഡെൻമാർക്കിൽ നിന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ ഭാഗമാകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. നൂറ്റാണ്ടുകളായി തങ്ങൾ പുലർത്തിപ്പോരുന്ന സംസ്കാരവും തനിമയും അമേരിക്കൻ അധിനിവേശത്തോടെ നഷ്ടമാകുമെന്ന് അവർ ഭയപ്പെടുന്നു. തദ്ദേശീയരായ ഇനുയിറ്റ് ജനതയുടെ അവകാശങ്ങൾ ഇല്ലാതാകുമെന്ന ആശങ്കയും ശക്തമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ഗ്രീൻലാൻഡിലും ഡെൻമാർക്കിലും ട്രംപിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ ഈ നീക്കങ്ങൾക്ക് അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ പിന്തുണ ലഭിക്കുന്നില്ല. US കോൺഗ്രസിന് ഇതിൽ എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നത് ചർച്ചാ വിഷയമാണ്. ഇത്തരമൊരു വലിയ ഭൂപ്രദേശം ഏറ്റെടുക്കുന്നതിന് കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണ്. ജനപ്രതിനിധി സഭയുടെ അനുമതിയില്ലാതെ ഇത്തരം ഫണ്ട് അനുവദിക്കുന്നത് നിയമപരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടാതെ വിയറ്റ്നാം സന്ദർശിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസംഗങ്ങളും മറ്റും ആഗോളതലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചതായും വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഡെൻമാർക്ക് ഏകദേശം 300 വർഷമായി ഗ്രീൻലാൻഡിന് മേൽ അധികാരം പുലർത്തുന്നു. 1953 വരെ അതൊരു കോളനിയായിരുന്നു. പിന്നീട് ഡെൻമാർക്ക് ഭരണഘടനയുടെ ഭാഗമായി മാറിയ ഗ്രീൻലാൻഡിന് 1979 ആഭ്യന്തര കാര്യങ്ങളിൽ സ്വയംഭരണം ലഭിച്ചു. എങ്കിലും വിദേശകാര്യം, പ്രതിരോധം എന്നിവ ഡെൻമാർക്കിന്റെ കൈകളിലാണ്. ഈയൊരു സാഹചര്യത്തിൽ ഡെൻമാർക്കിന്റെ അനുമതിയില്ലാതെ അമേരിക്കയ്ക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ 2026 വെനസ്വേലയിൽ നടത്തിയ സൈനിക നടപടിയിലൂടെ മഡുറോയെ പിടികൂടിയ ട്രംപിന്റെ ശൈലി ഗ്രീൻലാൻഡ് വിഷയത്തിലും ബലപ്രയോഗം ഉണ്ടായേക്കുമോ എന്ന ആശങ്ക ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ലോകക്രമത്തെ ട്രംപ് പാടെ മാറ്റിമറിക്കുകയാണ്. ബലപ്രയോഗം നടത്തില്ലെന്ന് ആവർത്തിക്കുമ്പോഴും സാമ്പത്തിക ഭീഷണികളിലൂടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണ്. ഗ്രീൻലാൻഡ് വെറുമൊരു മഞ്ഞുഭൂമിയല്ല, മറിച്ച് 56,000 മനുഷ്യരുടെ സ്വത്വവും അന്തസ്സുമാണ്. ട്രംപിന്റെ നയങ്ങൾ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. എങ്കിലും ഭയമില്ലാതെ സത്യം വിളിച്ചു പറയുവാൻ സഭാ നേതൃത്വം തയ്യാറായി. അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രമുഖരായ 3 കർദിനാൾമാർ, കർദിനാൾ ബ്ലസ് ജെ കുപ്പിക്, കർദിനാൾ റോബർട്ട് മക്എൽറോയ്, കർദിനാൾ ജോസഫ് W ടോബിൻ എന്നിവർ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവന ട്രംപിന്റെ വിദേശ നയങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നുകാട്ടുന്നതാണ്. ലോകസമാധാനത്തിന് ഭീഷണിയായ വിദേശ നയതന്ത്രങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും അമേരിക്ക പിന്തിരിയണം എന്ന സഭയുടെ ആഹ്വാനം കേവലമൊരു രാഷ്ട്രീയ വിമർശനമല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുവാനുള്ള ആഹ്വാനമാണ്. മനുഷ്യാന്തസ്സ് പ്രോത്സാഹിപ്പിക്കുന്നതിലും
ജീവിക്കുവാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന പഴയകാല അമേരിക്കൻ വിദേശ നയത്തിലേക്ക് രാജ്യം മടങ്ങി വരണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഇടുങ്ങിയ സാമ്പത്തിക സൈനിക താൽപര്യങ്ങൾക്കായി മറ്റ് രാജ്യങ്ങളുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നത് ക്രൈസ്തവ മൂല്യങ്ങൾക്കും ജനാധിപത്യത്തിനും വിരുദ്ധമാണെന്ന് സഭ വ്യക്തമാക്കുന്നു. മനസാക്ഷിക്ക് നിരക്കാത്ത ഉത്തരവുകളെ സൈനികർക്ക് ധിക്കരിക്കാമെന്നാണ് ആർച്ച് ബിഷപ്പ് തിമോത്തി ബ്രോലിയോയിൽ നിന്നുണ്ടായ പ്രതികരണം. അമേരിക്ക ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു ശക്തിയാകരുത്, മറിച്ച് ലോകത്തിന് വഴികാട്ടുന്ന ഒരു ധാർമ്മിക പ്രകാശമാകണം. ഗ്രീൻലാൻഡ് വിഷയത്തിൽ സഭ സ്വീകരിച്ച നിലപാട് കേവലം രാഷ്ട്രീയമല്ല, അത് നീതിക്കും മനുഷ്യാവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ്. ആഗോള ശക്തികളുടെ മത്സരക്കളമായി ആർട്ടിക് പ്രദേശം മാറുമ്പോൾ ഗ്രീൻലാൻഡിലെ ജനങ്ങളുടെ ശബ്ദം കേൾക്കാൻ ലോകം തയ്യാറാകേണ്ടതുണ്ട്. ട്രംപിന്റെ ഈ നീക്കം വിജയിക്കുമോ അതോ അമേരിക്കയുടെ നയതന്ത്ര പരാജയമായി മാറുമോ എന്നത് വരും മാസങ്ങളിലെ ചർച്ചകൾ തീരുമാനിക്കും.